Critical results are intimated to the person concerned at the earliest. ലാബ് ഇൻവെസ്റ്റിഗേഷൻസിൽ പലപ്പോഴും അബ്നോർമൽ വാല്യൂ എന്ന് നമ്മൾ പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടാണ് ഒരു ചികിത്സയ്ക്ക് അത് കാരണമാകുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു റഫറൻസ് റേഞ്ച് ഹോസ്പിറ്റൽ ഡിഫൈൻ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലൊരു ഹോസ്പിറ്റലിന് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡേറ്റ കയ്യിലില്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ഇത് അവൈലബിൾ ആണ്. ഗ്രേപ്സ്-IDMR ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ www.grapes-idmr.com എന്ന് പറഞ്ഞ നമ്മളുടെ പോർട്ടലിൽ പോയാൽ നമുക്ക് സ്വാഭാവികമായ ഇൻവെസ്റ്റിഗേഷനുകളുടെ റെഫറൻസ് റേഞ്ച് അവിടെ സർവീസസ് മാസ്റ്റർ അവൈലബിൾ ആണ്. അവിടെ നോക്കി പഠിച്ച് ഇവിടെ കൊണ്ടുവന്ന് എൻട്രി ചെയ്യേണ്ട, അവിടെ നിന്നുകൊണ്ട് തന്നെ ആഡ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഡേറ്റ സ്ട്രക്ചറിലേക്ക് അത് കയറ്റാൻ കഴിയും. അവിടെ അബ്നോർമൽ വാല്യൂവിൻ്റെ കൂടെ തന്നെ ക്രിട്ടിക്കൽ വാല്യൂ കൊടുക്കാൻ ഓപ്ഷൻ ഗ്രേപ്സ് തന്നിട്ടുണ്ട്. ഓരോ അബ്നോർമൽ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് ക്രിട്ടിക്കൽ വാല്യൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യുമ്പോൾ 2.5 സംതിങ് ആ റേഞ്ചിൽ നമ്മളൊരു 1.2നോ 1.6നോ മേളിൽ എത്തിക്കഴിഞ്ഞാൽ അബ്നോർമൽ വാല്യൂ ആണ്. അതൊരു ഡോക്ടർക്ക് ട്രീറ്റ്മെൻറ്റിന് സഹായകരമായ ഇൻഫർമേഷനാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ അത് 5.9 ആയി, 9.2 ആയി എന്നൊക്കെ പറയുമ്പോൾ അത് ക്രിട്ടിക്കലായി. സോ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണം. അതുകൊണ്ട് തന്നെ ട്രീറ്റിംഗ് ഡോക്ടർ അല്ലെങ്കിൽ ടീം മെമ്പർ ഓഫ് ദാറ്റ് ട്രീറ്റിംഗ് ടീം, അതർവൈസ് ട്രീറ്റിംഗ് നേഴ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ആ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെ അറിയിക്കുന്നതിന് ലാബ് ഇൻചാർജിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് റിസൾട്ട് ക്രിയേറ്റായി 1 മണിക്കൂറിനകം അറിയിച്ചിരിക്കണമെന്നാണ്. അതിന് ശേഷമാകാൻ പാടില്ല. പക്ഷേ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുമ്പോൾ, ഗ്രേപ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂർ വേണ്ട. ക്രിട്ടിക്കൽ റിസൾട്ട് സേവ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ട്രീറ്റിംഗ് ഡോക്ടറും ട്രീറ്റിംഗ് നേഴ്സും അലേർട്ട് ചെയ്യപ്പെട്ട് അറിയിക്കും, വിളിച്ചറിയിക്കുന്നുണ്ട്. ഗ്രേപ്സിൻ്റെ BSA ബെഡ്സൈഡ് അസിസ്റ്റൻറ്റും ഡോക്ടർ ജിയും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഡെസ്ക്ടോപ്പ് ഡാഷ്ബോർഡും എല്ലാം തന്നെ അവിടെ ക്രിട്ടിക്കൽ വാല്യൂസ് എല്ലാം തന്നെ അവരെ വിളിച്ചറിയിക്കുന്നുണ്ട്. സോ ഈ ഒരു AASC 6G എന്ന് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞത്, ലാബ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾക്ക് നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബയോളജിക്കൽ റെഫറൻസ് വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് ആണെങ്കിൽ അവരുപയോഗിക്കുന്ന എക്യുപ്മെൻസിനും മെത്തേഡിനും ആനുപാതികമായി ഉള്ള റെഫറൻസ് വാല്യൂ അവരുമായി കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ചാണ് ആക്സസ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയറിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ലബോറട്ടറിയെക്കുറിച്ചുള്ള 6ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ G എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്.